അത് ഫ്രണ്ടാണ്. അതെ, സന്തോഷം സന്തോഷം. കമ്പിടല്ലേ ഞാനിപ്പോ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഒരു മരത്തിന്റെ മുകളിലുള്ളത്. ഇത് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ബീച്ചില്ലേ, അതിന്റെ റെയിൽവേ ക്രോസ് ഉണ്ട് ആലപ്പുഴ പോകുന്ന. അതിന്റെ ഉള്ളിൽ പക്ഷെ ആരും കണ്ടിട്ടുണ്ടാവും. ഗൈസ്, ഈ കാട് ഇങ്ങനെ അനങ്ങുന്നുണ്ടാ. ഈ കാട് എന്ത് കളിച്ചിട്ടും ഇപ്പൊ കുറച്ച് വർഷമുണ്ടല്ലേ, നേരത്തെ കാട് കുറച്ചില്ലേ വീട്ടിൽ നിന്ന് കാണണ്ട. ഒരു അടിപൊളി മനോഹരമായ കാഴ്ചയുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണുക. അപ്പുറം നേരെ നമ്മളെ കാണുന്ന ബീച്ചാണ്, ആ മരത്തിന്റെ അപ്പുറം ബീച്ച് നമ്മളെ ആലപ്പുഴ. ഇത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കാണുന്നത്. പിന്നെ ഇത് അടുത്തെന്തോ ബീച്ചിലെ ചെറിയ എന്താ പറയാ പിള്ളേർ കളിക്കാൻ പറ്റിയ എന്തോ സംഭവങ്ങളാ. ട്രെയിൻ പോലെ സംഭവങ്ങളുണ്ട്. പിന്നെ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് ഇവിടുന്നൊക്കെ ലൈറ്റ് ഹൗസ് ആണ്. നോക്കിയിറങ്ങണേ മോനെ, തമാശ. അവിടെ കമ്പ് കണ്ടില്ലേ? മറ്റേ ഇനിയാണ് നമ്മൾ കാണുന്ന അടിപൊളി സൂപ്പർ സ്ഥലം. ചങ്ങനത്തിനായിട്ട് കണ്ടു. വന്ദേ ഭാരത് വരുന്ന കറക്റ്റ് സമയത്ത് നമ്മളെത്തിയ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങലും വന്ദേ ഭാരത വരുന്നു. വന്ദേ ഭാരത് അവിടുന്ന് തന്തേ മാതരുത് അവിടുന്ന് വരുന്നു. ആദ്യമായിട്ട് വന്ദേ ഭാരത ഇത്ര അടുത്ത് എന്റെ കയ്യത്തെ വീട്ടിലുള്ള വന്ദേ ഭാരത. അത് പുതിയ വന്ദേ ഭാരതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും. നോക്കോ, അടുത്ത് പോകാൻ കഴിയും. ചിലപ്പോൾ അന്യം കൊണ്ട് പോയി കളിക്കും. സൈഡ് നോക്കണേ. സൈഡ് കൊണ്ടു കാസർഗോഡേക്കാ. വന്ദേ മാതരം തൊട്ടേ. അത് ഫ്രണ്ടാണ്. അതെ, വന്ദേ മാതരം ഡ്രൈവറെ സന്തോഷം സന്തോഷം. അപ്പൊ നമ്മൾ എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നത്? ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എന്തായാലും ഇതില് സംഭവം എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. ബിൽഡിംഗ് മീൻസ് ഒരു പഴയ ഒരു വീട് പോലെ എന്തോ ഒരു സംഭവമായിരുന്നു. ആ സംഭവം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അവിടെ ഇങ്ങനത്തെ ഈ മരങ്ങൾ കയറിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാല് അടിപൊളികളൊക്കെ. അതെ, ഇതിന്റെ ഉള്ളില് മൊത്തം ഉണ്ടല്ലോ
കണ്ടോ ഈ വേരുകൾ ഇതൊക്കെ ബിൽഡിംഗ് കേട്ടോ. അതിന്റെ ഓടിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നല്ലേ, ഓട്, അതേപോലെ സിമെന്റ്, ഇത് കണ്ടില്ലേ എല്ലാ സംഭവങ്ങളും. അതായത് ആ കോൺക്രീറ്റ് സാധനങ്ങൾ മൊത്തം മതിലൊക്കെയാണ്. ആ മതിലിന്റെ മേലെ കൂടെ മരങ്ങൾ വീണിട്ട് അത് ഇതാ ഇങ്ങനെ ഒരു ആർച്ച് രൂപത്തിലാക്കിയിട്ട് ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു വേറൊരു വൈബ് തന്നെ കേട്ടോ. എത്ര വെയിലത്ത് വന്ന് ഇത് അതിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാലും ഒരു വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഒരു ഭ്രാന്തായതാ കേട്ടോ, ഒരു ഭ്രാന്തായതാ ഭ്രാന്ത്. വീടുവാടാ ഒറ്റ നിൽക്കാൻ പറ്റുമോ? ഒന്ന് കുടുങ്ങി നിൽക്കാൻ പറ്റുമോ? വീട് അത് വീഴത്തില്ല. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അപ്പൊ നാളെ ഇവിടെ വന്നു വിടണം കേട്ടോ. നമ്മള് വെറുതെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടയാ. അതെ അതെ, ഞങ്ങള് ഈ ഒരു നല്ലൊരു ഭംഗി കണ്ടിട്ട് നല്ല രസമുണ്ടാവും, അതുകൊണ്ട് മാത്രം കാണിച്ചു തന്നെയാണ്. കാരണം ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതാ ഇവിടെയാണ്, ഇവിടെ സ്ഥലത്താണ് ആ ട്രാക്കിലൂടെ ഭക്ഷണം അന്ന് അങ്ങനെയാണ് ഈ സ്ഥലം കണ്ടത്. കണ്ടപ്പോ ഒരു ഭംഗി തോന്നി. അപ്പൊ നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കണം എത്ര തന്നെ കണ്ടെന്നാലും വേണേ നമുക്കിടെ നമ്മളെ ചാനലും കാണുന്നില്ല. അപ്പൊ കണ്ടേ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു സ്ഥലം, ഒരു വീഡിയോ മാത്രമാണ്. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളെ മിഷൻ മണ്ടപ്പൻ ചാനല് സപ്പോർട്ട് ചെയ്ത് പൊളിക്കുക. അപ്പൊ നമ്മളെപ്പുറം നിങ്ങളെല്ലാരും ഉണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മള് 100K ആയി കഴിഞ്ഞാൽ നമ്മളൊരു കിഡിലൻ ഗിവ് അവേ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വഴിയെ ഞങ്ങൾ അത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ 100K നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളൊരു കിഡിലൻ ഒരു ഗിവ് അവേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്പോൺസറും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കിഡിലൻ ഒരു ഗിവ് അവേ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ എന്താണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, 100Kയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിക്കാം. താങ്ക് യു. ആരുമില്ലല്ലോ ട്രെയിനിൽ കേട്ടോ. ആലപ്പുഴ വണ്ടിയിൽ കണ്ട സത്യം ഞാൻ പേടിച്ചു പോയി. എന്റെ കാലാണെങ്കിൽ പോയിട്ടാണ് കല്ലൊന്നുമില്ല. നോക്കിയാണെങ്കിൽ തമാശ അവിടെ കമ്പ് ഉണ്ടല്ലേ.